നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തുറന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ വരും ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. സംസ്ഥാനത്ത് ജൂൺ 1 മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ തന്നെ അന്തരീക്ഷ താപനില കുറയാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ആകെ 4100 മെഗാവാട്ടിൻ്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും നിലവിൽ ഇത് 4900 മെഗാവാട്ട് വരെയായിട്ട് ഉയർന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രതിദിന ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനമായിട്ടുള്ള 1700 മെഗാവാട്ടും കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിലൂടെയുള്ള 612 മെഗാവാട്ടും പൂർണ്ണ തോതിൽ ലഭ്യമാകുന്നുണ്ടെങ്കിലും ജൂൺ 16 മുതൽ 30 വരെയുള്ള കാലയളവിൽ പ്രതിദിനം 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയും ഈ സവിശേഷ സാഹചര്യത്തിൽ 5% ചുരുങ്ങിയിരിക്കുകയാണ്. ഇക്കാരണങ്ങളാൽ ജൂൺ 16 രാത്രി 9-നും 12-നും ഇടയിൽ സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതായിട്ടും KSEB വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പകർച്ചവ്യാധികളുടെ വ്യാപനം തടയാനായിട്ട് സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഡ്രൈ ഡേ ആചരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിനായിട്ട് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെയൊക്കെ തന്നെ അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ശുചീകരണ യജ്ഞം നടക്കുന്നതാണ്. ഡെങ്കിപ്പനി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ഇന്നലെ ഒരാൾ ഡെങ്കിപ്പനി ബാധിച്ച് മരണപ്പെട്ടു. ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് മരണപ്പെടുന്ന 3ാമത്തെയാളാണ് ഇത്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ സ്ഥിരീകരിച്ചു. വളയത്ത് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വളയം ടൗൺ ഉൾപ്പെടുന്ന 14-ാം വാർഡിലാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തത്. പ്രദേശത്തെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഈ ആഴ്ച മാത്രം 3 പേർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത്. ജൂൺ 17 വരെയുള്ള കണക്കനുസരിച്ച് 1,67,222 പേരാണ് പനി ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സ തേടിയത്. സംസ്ഥാനത്ത് ഈ മാസം മാത്രം 924 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉടനടി സ്വീകരിക്കാനായിട്ട് സംസ്ഥാനത്തെ മുഴുവൻ അധികൃതർക്കും ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഏറ്റവും പുതിയതും സുപ്രധാനവുമായിട്ടുള്ള പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ജൂൺ മാസം 20-ാം തീയതി ഈ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കൃത്യം 3:45 പശ്ചിമ ബംഗാളിൽ വെച്ച് നടക്കുന്ന ദേശീയ തലത്തിലുള്ള ചടങ്ങിൽ വെച്ചാണ് പദ്ധതിയുടെ ധനസഹായ വിതരണം ഔദ്യോഗികമായി തന്നെ ആരംഭിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേരിട്ടുള്ള പണമിടപാട്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രക്രിയകളിൽ ഒന്നായിട്ടുള്ള ഇതിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ കോടിക്കണക്കിന് കർഷകരുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം നേരിട്ടെത്തും. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്ക് നേരിട്ട് തുക കൈമാറുന്ന ഈ ചരിത്ര നിമിഷം ശനിയാഴ്ച വൈകുന്നേരത്തോടെ രാജ്യത്തുടനീളമുള്ള കർഷക കുടുംബങ്ങളിലൊക്കെ തന്നെ വലിയ സന്തോഷത്തിന് വഴി തുറക്കും. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് PM കിസാൻ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന 23ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. മുൻപത്തെ 22 തവണകളായിട്ട് 44,000 രൂപയോളം ഇതിനകം തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിജയകരമായി തന്നെ കൈമാറിയിട്ടുണ്ട്. ഇത്തവണത്തെ ബൃഹത് വിതരണത്തിലൂടെ കേരളത്തിലെ മാത്രം ഏകദേശം 27 ലക്ഷത്തോളം വരുന്ന മലയാളി കർഷക കുടുംബങ്ങളിലേക്കാണ് ഈ തുക നേരിട്ട് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി വഴിയുള്ള കർഷക ID നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കർഷകർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ കർഷക ID എടുക്കാനായിട്ട് സാധിക്കാത്തവർക്കും അതുപോലെ അപേക്ഷ നൽകിയിട്ടും അപ്രൂവൽ ആകാത്തവർക്കും ഇപ്രാവശ്യം ധനസഹായം തടസ്സമില്ലാതെ ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസമാണ്. മുൻപ് ഇലക്ട്രോണിക് KYC eKYC പൂർത്തിയാക്കിയവർ അത് വീണ്ടും ചെയ്യേണ്ടതില്ലെന്നും ഒരു തവണ ചെയ്തതിനെ അടിസ്ഥാനമാക്കിയാണ് തുക അനുവദിക്കുന്നതെന്നും അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇന്ത്യയിലെ മൊബൈൽ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാകുന്ന പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ TRAI ഒരുങ്ങുകയാണ്. ഇന്റർനെറ്റ് ഡാറ്റ ആവശ്യമില്ലാത്തവർക്കായിട്ട് ഫോൺ വിളിക്കാൻ മാത്രമുള്ള പ്രത്യേക റീചാർജ് പ്ലാനുകൾ നിർബന്ധമാക്കാനാണ് TRAIയുടെ തീരുമാനം. നിലവിൽ കോളും ഡാറ്റയും ചേർന്ന കോംബോ പാക്കുകൾക്കായിട്ട് മാസം 200-ലധികം രൂപ ചിലവാക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് ഈ നീക്കം വഴി വലിയൊരു തുക ലാഭിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തരം കുറഞ്ഞ നിരക്കുള്ള വോയിസ് പ്ലാനുകൾ വരുന്നത് തങ്ങളുടെ ലാഭത്തെ ബാധിക്കുമെന്ന ആശങ്കയിൽ റിലയൻസ് ജിയോ, എയർടെൽ തുടങ്ങിയ പ്രമുഖ സ്വകാര്യ കമ്പനികൾ ഈ തീരുമാനത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. നിലവിലെ കോംബോ പാക്കുകളാണ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലാഭകരമെന്നാണ് കമ്പനികളുടെയൊക്കെ തന്നെ വാദം.
ഈ നിയമം നടപ്പിലായാൽ പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള BSNL വിപണിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായിട്ട് സാധിച്ചേക്കും. പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ട്രായ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം ലഭിക്കുന്നവരും അതിനായിട്ട് അപേക്ഷ സമർപ്പിച്ചവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് മുടങ്ങാതിരിക്കാനും അതോടൊപ്പം തന്നെ അപേക്ഷ നൽകിയിട്ടും ഇതുവരെയായിട്ടും ലഭിക്കാത്തവർക്ക് അത് പുതുക്കാനുമുള്ള സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ ഇപ്പോൾ ലഭ്യമാണ്. ജൂൺ മാസം 30 വരെ മാത്രമാണ് ഇതിന് സമയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാന അറിയിപ്പ് ദയവായി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കിടപ്പ് രോഗികളെയും ഗുരുതര രോഗബാധിതരെയും മുഴുവൻ സമയവും പരിചരിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് പ്രതിമാസം 1000 രൂപ വീതം ഈ ധനസഹായം സർക്കാർ നൽകുന്നത്. തുക ചെറുതാണെങ്കിൽ പോലും അർഹരായവർക്ക് ഇത് മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവാ കേന്ദ്രങ്ങൾ, CSC സെൻ്ററുകൾ എന്നിവ വഴി സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷകൾ പുതുക്കാവുന്നതാണ്. ഗുണഭോക്താവിൻ്റെ വിശദവിവരങ്ങൾ, അതുപോലെ തന്നെ ആധാർ, ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ കൃത്യമായിട്ട് പൂരിപ്പിച്ച ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഇതിനായിട്ട് സമർപ്പിക്കേണ്ടത്. ഈ ജൂൺ മാസം 30-നകം തന്നെ എല്ലാ ഗുണഭോക്താക്കളും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് ഈ പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ ജൂൺ 19-ാം തീയതി നിയമസഭയിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. നിലവിൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയിൽ നിന്നും 2200 രൂപയായിട്ട് പ്രതിമാസ പെൻഷൻ തുക ഉയർത്താനാണ് സർക്കാർ ഇപ്പോൾ ഗൗരവമായി തന്നെ ആലോചിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലത്ത് UDF മുന്നണി തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ക്ഷേമ പെൻഷൻ തുക 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയുമൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ ഒറ്റയടിക്ക് പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നത് പ്രായോഗികമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിനായിട്ട് ഘട്ടം ഘട്ടമായുള്ള ഒരു വർധനവിനാണ് സർക്കാർ ഇപ്പോൾ രൂപരേഖ തയ്യാറാക്കുന്നത്. ഈ പുതിയ പദ്ധതി പ്രകാരം ആദ്യഘട്ടമെന്ന നിലയിലാണ് വരുന്ന ബജറ്റിൽ 200 രൂപയുടെയെങ്കിലും ഒരു വർധനവ് വരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന ഓരോ വർഷങ്ങളിലും നിശ്ചിത തുക വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ 5 വർഷത്തെ ഭരണകാലയളവ് പൂർത്തിയാകുന്നതിന് മുൻപായി തന്നെ പ്രതിമാസ ക്ഷേമ പെൻഷൻ അത് കൃത്യമായിട്ട് 3000 രൂപയിൽ എത്തിക്കുക എന്നതാണ് UDF സർക്കാരിൻ്റെ അന്തിമ ലക്ഷ്യം. ഒരേ സമയം സംസ്ഥാന ഖജനാവിന് അമിത ഭാരമാകാത്ത രീതിയിലും അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് കൃത്യമായി പൂർണ്ണമായിട്ട് പാലിക്കാൻ സാധിക്കുന്ന രീതിയിലുമാണ് സർക്കാർ ഈ വിഷയം ഇപ്പോൾ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒന്നായിരിക്കും ഇത്തവണത്തെ ബജറ്റിലെ പെൻഷൻ പരിഷ്കരണ പ്രഖ്യാപനമെന്നത്. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യമാക്കുന്നതിനും അർഹരായവരിലേക്ക് മാത്രം തുക എത്തിക്കുന്നതിനുമായിട്ട് ചില കർശന നിർദ്ദേശങ്ങളും അധികൃതർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2ാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ജൂൺ 17 ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,850 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 1,10,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.